ഓം ശാന്തി. ഓരോ മനുഷ്യനും അവൻ്റെ സങ്കല്പത്തിൻ്റെ ആധാരത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ചുറ്റും ഒരു ഊർജ്ജമണ്ഡലം രൂപീകരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ട്, അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും, മാനിച്ചാലും മാനിച്ചില്ലെങ്കിലും. ഇന്ന് സയൻസ് അതിൻ്റെ ക്യാമറയിലൂടെ ഫോട്ടോ എടുത്തുകൊണ്ട് ലോകത്തിന് മുന്നിൽ അത് പ്രൂഫായിട്ട് കാണിക്കുന്നുണ്ട്. ഓരോ മനുഷ്യന്മാർക്കും അവരുടെ ചുറ്റും അവരുടേതായിട്ടുള്ള ഒരു ഊർജ്ജമണ്ഡലമുണ്ട്. അത് നമ്മൾ ഓറ അല്ലെങ്കിൽ എനർജി ഫീൽഡ് എന്നൊക്കെ വിളിക്കും. നമ്മുടെ ഈ എനർജി ഫീൽഡിനെ എപ്പോഴും ചാർജ്ഡായിട്ട് വെക്കുകയാണെങ്കിൽ നെഗറ്റീവായിരിക്കുന്ന സംഘങ്ങളുടെ പ്രഭാവം, നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു വ്യക്തിയുടെ ആ വ്യക്തിത്വം അല്ലെങ്കിൽ അവരുടെ സംസ്കാരം, അവരുടെ പെരുമാറ്റം, അവരുടെ ഊർജ്ജമണ്ഡലം എന്ന് പറയുന്നത് അവരുടെ ചുറ്റുമുള്ളതായിരിക്കുന്ന 5 ആളുകളുടെ പ്രഭാവമായിരിക്കും എപ്പോഴും അവരുടെ ഊർജ്ജമണ്ഡലം എന്നാണ് പറയുന്നത്. അതേസമയം എങ്ങനെയുള്ള ആളുകളുടെ സംഘത്തിലേക്കൊക്കെ പോയാലും, ഏതൊക്കെ വെറൈറ്റി ഓഫ് നല്ലതോ ചീത്തയോ ആയിരിക്കുന്ന ആളുകളുടെ സംഘത്തിൽ പോയാലും നമ്മുടെ ആ എനർജി ഫീൽഡിനെ സേഫാക്കി വെക്കാനായിട്ട്, ആ എനർജിയിൽ ഒരിക്കലും കുറവ് വരാതിരിക്കാനായിട്ടുള്ള ഒരു ടെക്നിക്കാണ് എങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മൾ ചിട്ടപ്പെടുത്തിയാൽ നമുക്കത് സാധിക്കും. ഈ എനർജി ഫീൽഡ് എപ്പോഴും പവർഫുള്ളാക്കി വെക്കാൻ സാധിക്കുകയാണെങ്കിൽ, ഞാൻ ഓർത്തു പോകും, മുൻ പ്രസിഡൻ്റായിരിക്കുന്ന അബ്ദുൽ കലാം അവറുകളുടെ അഗ്നിച്ചിറകുകൾ എന്ന ബുക്ക് ഞാൻ വായിക്കുന്ന സമയത്ത് രാത്രി 2 മണി സമയത്ത് അദ്ദേഹം ഒരു മീറ്റിങ്ങിന് വേണ്ടി കാത്തിരിക്കുമ്പോഴും അവിടെ വന്നതായിരിക്കുന്ന എനർജറ്റിക് ആയിരിക്കുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ച് എത്രയോ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് അദ്ദേഹം ആ ബുക്കിൽ വർണ്ണിക്കുന്നറിയോ. തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ചിരിക്കണം. നല്ലൊരു ബുക്കാണ് അഗ്നിച്ചിറകുകൾ. ഒരുപാട് ഊർജ്ജം നമുക്ക് തരുന്ന നല്ലൊരു ബുക്കാണ്. അതുകൊണ്ട് ഏത് സമയത്ത് തൻ്റെ കർത്തവ്യം ചെയ്യേണ്ടി വന്നാലും, ഉറക്കം മാറ്റിവെക്കേണ്ടി വന്നാലും, അഥവാ വേറെ ഏത് വർക്ക് നമുക്ക് എപ്പോൾ ചെയ്യേണ്ടി വന്നാലും ഒരേപോലെ നിങ്ങൾ കർത്തവ്യനിരതനാവുന്ന സമയത്ത് എനർജറ്റിക്കായി നിൽക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ എനർജി ഫീൽഡ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും രാത്രി 8 മണി വരെയോ 9 മണി വരെയോ ഒക്കെ ബിസിനസ്സായിട്ടും മീറ്റിങ്സുമായിട്ടും തിരക്ക് പിടിച്ച ഈ ലോകത്ത് നീങ്ങുമ്പോൾ നമ്മുടെ എനർജി ഫീൽഡിനെ പവർഫുള്ളാക്കി വെക്കാനുള്ളതായിരിക്കുന്ന ടെക്നിക്ക് സ്വന്തമാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ രാവിലെ നേരത്ത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും പോലെയാണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് 2 സംയുക്തങ്ങളെ കൂട്ടിച്ചേർക്കുമ്പോൾ, 2 പുതുതായ സംയുക്തങ്ങളെ കൂട്ടിച്ചേർക്കുമ്പോൾ 2 രണ്ടായിട്ടാണ് നിൽക്കുക. അത് കഴിഞ്ഞാൽ അവ തമ്മിൽ പരസ്പരം ഉള്ളതായിരിക്കുന്ന മിക്സിങ് കൊണ്ടുണ്ടാകുന്ന ഒരു എനർജി ട്രാൻസാക്ഷൻ ഉണ്ട്. ആദ്യത്തെ 4-1 സമയത്തിൻ്റെ ഉള്ളിൽ അത് 25% ആവും, പിന്നെ 50 ആവും, പിന്നെ 75 ആവും, പിന്നെ അത് ഫുള്ളാവും. അങ്ങനെയാണ് ഒരു സംയുക്തമായിട്ടത് രൂപപ്പെടുന്നത്. ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ പോകുമ്പോൾ ഫ്രഷ് എനർജി, ഫ്രഷ് ആയിരിക്കുന്നു, ഹാപ്പി ആയിരിക്കുന്നു, പോകുന്നു. ഓരോ ആളുകളെ കാണും തോറും അവരുള്ളതായിട്ടുള്ള എനർജിയും നമ്മുടെ എനർജിയും പരസ്പരം കൂട്ടി ചേർന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എനർജി ലെവലെല്ലാം ആകെ ഡർട്ടിയായി, ക്ഷീണിച്ചു, അവശനായി. വൈകുന്നേരത്തിന് ശേഷവും ചിലപ്പോൾ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യേണ്ടി വന്നേക്കാം, ഷോപ്പ് നോക്കേണ്ടി വന്നേക്കാം, കണക്ക് നോക്കേണ്ടി വന്നേക്കാം, വീട്ടിൽ പണി വന്നേക്കാം, വിരുന്നുകാർ വന്നേക്കാം. അസ്വസ്ഥമാകുന്ന മനസ്സോട് കൂടിയിട്ട് ഇതിനെ ഫേസ് ചെയ്യുന്ന അവസ്ഥ നമ്മുടെ വീട്ടിലാണെങ്കിലും ഷോപ്പിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അല്ല വേറെ ഏത് മേഖലയിലും നമുക്ക് കാണാൻ പറ്റുന്നൊരു ദൃശ്യമാണ്. വൈകുന്നേരമായി 7 മണിയായി 8 മണിയായി, മടുത്തു, ക്ഷീണിച്ചു, അവശനായി മാറി എങ്ങനെയോ വീട്ടിൽ വന്ന് കിടക്കുന്ന ഒരവസ്ഥ. ഇത് പല വീട്ടിലും പല സ്ഥലത്തും നമ്മൾ കാണുന്നൊരു ദൃശ്യമാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്, ഈ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കൊണ്ടുവരികയാണെങ്കിൽ എല്ലായ്പ്പോഴും രാത്രി 10 മണിക്കും 9 മണിക്കും നിങ്ങളുടെ എനർജി അതേ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ രാവിലെ ഉണർന്ന ഉടനെയുള്ളതായിരിക്കുന്ന മെഡിറ്റേഷൻ. കഴിയുമെങ്കിൽ സൂര്യോദയത്തിന് മുന്ന് ഈശ്വര വിശ്വവിദ്യാലയത്തിൽ ഞങ്ങളെല്ലാവരും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഒരു 3/4 മണിക്കൂർ സമയം മിനിമം മെഡിറ്റേഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അത്രയൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല, ലേറ്റ് നൈറ്റ് ഉറങ്ങുകയാണെങ്കിൽ പോട്ടെ 4 തൊട്ട് ഒരു അരമണിക്കൂർ സമയമെങ്കിലും ഉണർന്ന ഉടനെ മെഡിറ്റേഷന് വേണ്ടി ഉപയോഗിക്കണം. ആ രാവിലെ സമയത്തെ മെഡിറ്റേഷൻ, പരമാത്മാവുമായിട്ടുള്ള മീറ്റിംഗ് നിങ്ങളെ ഒരു ദിവസത്തെ മുഴുവൻ സമയത്തേക്കും, നമ്മൾ സാധാരണ പറഞ്ഞ ഒരു ട്രെയിനിനെ പാളത്തുമ്മ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് പാളത്തുമ്മ കൂടെ ഓടിക്കൊണ്ടേയിരിക്കും. പലതവണ അതിനെ പാളത്തുമ്മ കയറ്റേണ്ട ആവശ്യം വരുന്നില്ല. ഓരോ യാത്ര കഴിയുമ്പോഴും ട്രെയിൻ പാളത്തുമ്മ നിറക്കാറില്ല. അതുപോലെ ബ്രഹ്മമുഹൂർത്തത്തിൽ അഥവാ ഏർലി മോർണിംഗ് അവേഴ്സിൽ എഴുന്നേറ്റ് കുറച്ച് മെഡിറ്റേറ്റ് ചെയ്യാൻ ചിലർത്ഥം നമ്മുടെ ജീവിതമാകുന്ന ഈ ഒരു യാത്രേനെ പാളത്തിൽ കയറ്റുക എന്നാണ് അർത്ഥം. എനർജൈസിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. രണ്ടാമത്, നിങ്ങൾക്കറിയാലോ, നമ്മുടെ വീട്ടിൽ തന്നെ ഒരു സ്ഥലം സ്ഥിരമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാനും ഇങ്ങനെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അവിടുത്തെ എനർജി ലെവൽ ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് മെഡിറ്റേഷന് വേണ്ടി ഏതെങ്കിലും ഒരു സ്ഥിരമായ സ്ഥലം നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ ഒരുക്കാൻ സാധിക്കുമെങ്കിൽ ദ ബെസ്റ്റ്.
പിന്നെ മെഡിറ്റേഷൻ സെൻറ്റേഴ്സ് അഥവാ പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ, അതേത് തന്നെയാണെങ്കിലും നിരന്തരമായി പ്രാർത്ഥന അഥവാ മെഡിറ്റേഷൻ സ്ഥിരമായി നടക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ എനർജി ഫീൽഡ് ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ സെൻറ്ററിൽ അഥവാ നിങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് പോയിട്ട് ഒരിത്തിരി സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെയധികം നിങ്ങളുടെ എനർജി ലെവൽ ഉയർത്താനായിട്ട് സഹായിക്കും. പിന്നെ മറ്റൊന്ന്, ഈ എല്ലാ എനർജിയും നമ്മൾ കിട്ടി, അത് കഴിഞ്ഞ ശേഷം ഉള്ളിലേക്ക് എടുക്കുന്ന ഇൻടേക്ക് മോശമാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളെ മറ്റെല്ലാത്തിൻ്റെയും എനർജിയെ നഷ്ടപ്പെടുത്തും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏർലി മോർണിംഗ് അവേഴ്സിൽ കുറച്ച് സമയം പോസിറ്റീവായിട്ടുള്ള സ്റ്റഡി. ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ എല്ലാ ബ്രാഞ്ചസിലും എല്ലാ ദിവസവും രാവിലെ മോർണിംഗ് സെഷൻസ് സ്വയം പരമാത്മ മഹാവാക്യത്തെ പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് 100% പോസിറ്റീവ് ആൻഡ് പ്യുവറായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള പോസിറ്റീവ് തോട്ട്സിന് കിട്ടുന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ എവിടെയും പഠിക്കാം. നിങ്ങളെല്ലാവരും ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുകയാണ്. നിങ്ങൾക്കത് പറ്റില്ല എങ്കിൽ നമ്മുടെ ധാർമ്മിക ഗ്രന്ഥങ്ങളോ പഠിക്കാനുള്ള നല്ല ബുക്സോ എന്തിൻ്റെയെങ്കിലും സഹായത്തോടെ രാവിലെ കുറച്ച് സമയം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നിർബന്ധമായിട്ടും ചിലവഴിച്ചിട്ടുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ രംഗത്തിലിറങ്ങുമ്പോൾ, നമ്മുടെ കർമ്മപഥത്തിലിറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടായാൽ അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന പ്രഭാവത്തെ വളരെയധികം കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ 1 മണിക്കൂറിൽ 1 മിനിറ്റ് സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ, എത്ര തിരക്കിലാണെങ്കിലും, ഈവൻ ഒന്ന് ബാത്റൂം പോയിട്ട് വരുന്ന സമയം 1 മിനിറ്റ് മതിയല്ലോ. അങ്ങനെയെങ്കിലും ശരീരം കൊണ്ട് ആ ഗ്രൂപ്പിൽ നിന്നൊന്ന് മാറി 1 മിനിറ്റെങ്കിലും നിങ്ങളുടെ മനസ്സിനൊന്ന് ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും ആ പരമാത്മാവായിട്ടുള്ള ലിങ്കിൽ 1 മിനിറ്റ് മെഡിറ്റേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ എനർജി നഷ്ടമാവാതെ എനർജീനെ എപ്പോഴും നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. വീട്ടിൽ വൈകുന്നേരം വരുന്നവരാണെങ്കിൽ ഫ്രീ ആവുമെങ്കിൽ ഈവനിങ്ങിലും അതെ, നല്ല സമയമാണ് സന്ധ്യാസമയം. ഒരു ½ an hour മെഡിറ്റേഷൻ രാത്രി ഉറങ്ങും മുന്നേ ഫ്രഷായി മനസ്സിനെ ക്ലീനാക്കി മെഡിറ്റേഷൻ ചെയ്ത് നമ്മുടെ മനസ്സ് ഫ്രീ ആക്കിയിട്ട് ഉറങ്ങാൻ വേണ്ടി കാണുക. ഇത്രയും കാര്യങ്ങൾ ഒരാൾ തൻ്റെ ലൈഫിൽ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ സമയത്തും ഉറക്കത്തിൽ അഥവാ എന്തെങ്കിലും ശബ്ദം കേട്ട് ചാടി എണിക്കേണ്ടി ആണെങ്കിൽ പോലും മനസ്സ് ഭയം കൊണ്ട് വിറകൊള്ളാതെ എന്ത് ചെയ്യണം, ഞാൻ ഡീപ്പ് സ്ലീപ്പിലായിപ്പോയി, എന്തോ ആയിപ്പോയി എന്ന് പറഞ്ഞ് ഉണരാതെ ആ ഒരു കാം മൂഡിൽ ഏതവസ്ഥയിലും ഉണരാൻ വിധം ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴും നിങ്ങളുടെ അസ്വസ്ഥമായ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്നതാണ് ഈ ഒരു വിധി. അതുകൊണ്ട് നമ്മുടെ എനർജി ഫീൽഡിനെ എപ്പോഴും ചാർജ്ഡാക്കി വയ്ക്കുക. ഈ ലോകത്ത് എന്തൊക്കെ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞു വന്നാലും ഈ ലോകം ഇന്ന് കാണുന്ന അവസ്ഥയിലല്ല നാളെ എന്നുള്ള രീതിയിൽ അതിദ്രുതഗതിയിൽ മാറ്റത്തിൻ്റെ പാതയിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഓട്ടത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദിവസവും ആ പാളത്തിൽ നിന്ന് തെറ്റാതെ പാളത്തെ ശ്രദ്ധിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ എനർജി ഫീൽഡ് എപ്പോഴും പവർഫുള്ളാക്കി വയ്ക്കാം. ഒരു നെഗറ്റീവായിരിക്കുന്ന പ്രഭാവത്തിനോ ഇവൻറ്റിനോ വ്യക്തിക്കോ എനർജിക്കോ നിങ്ങളെ ഡിസ്റ്റർബ് ആക്കാൻ സാധ്യമല്ല. നമ്മുടെ കർമ്മം എപ്പോഴും കുശലതയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.